ഈ ക്യാമ്പിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ്സ് ശരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടെൻറ്റിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നല്ലൊരു ഫീലാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പാഡിൽ ബോർഡ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാഡിൽ ബോർഡ്. ഇതിനു മുമ്പ് ക്യാമ്പിങ്ങിന് വന്നപ്പോഴൊക്കെ കെന്യൂ റെൻറ്റ് ചെയ്തിട്ട് തുഴഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി പാഡിൽ ബോർഡ് എക്സ്പീരിയൻസ്. രാവിലെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നേരെ ഡിസ്കവറി സെൻറ്ററിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പാഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. സോ ഇതാണ് നമ്മുടെ കിൽബിയർ പാർക്കിൻ്റെ നേച്ചർ ഷോപ്പ് ആൻഡ് ഡിസ്കവറി സെൻറ്റർ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടിപൊളി. Come on, let's go inside. I can take videos inside or not? Yeah, okay, thank you. സൂപ്പറല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ കിൽബിയറിൽ ഉള്ളതും ഉണ്ടായിരുന്നതും ഹിസ്റ്ററിയും ഒക്കെ പറയുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കരടി ബ്രോ, നമ്മൾ കണ്ട റോക്കില്ലേ, ആ റോക്ക് ഇത് റിയൽ റോക്കാട്ടോ. പിങ്ക് കളർ റോക്സ് നമ്മൾ ഒത്തിരി കണ്ടില്ലേ, അത് തന്നെ ഇവിടെ വെച്ചിട്ട് ഇതാ. ഈ മച്ചാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും, പക്ഷേ ഫുഡൊക്കെ ക്യാമ്പ് സൈറ്റിൽ വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ മച്ചാൻ വരില്ല. ഇത് വെച്ചിട്ടുണ്ട് ഈ ജീവികളുടെ. പിന്നെ ഇവിടെ മാനിൻ്റെ ആണോ അല്ലെങ്കിൽ മൂസിൻ്റെ ആണോ എന്തിൻ്റെ കൊമ്പ് വെച്ചിട്ടുണ്ട്. റിയലാണ് കേട്ടോ ഇതൊക്കെ കിൽബിയറിൽ നമ്മൾ കാണേണ്ട കാഴ്ചയാണ് ഈ സ്പേസ്, ഈ ഏരിയ.
സോ ഇതാണ് നമ്മുടെ മൂസ്. കാനഡയിലൊരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ആനിമലാണ്. നാഷണൽ വൈൽഡർനെസ്സിൻ്റെ സിമ്പലാണ് മൂസ്. ഇത് ഈ മാനുകളില്ലേ, ഡിയറിലെയൊക്കെ ആ കാറ്റഗറിയിലെ ഏറ്റവും വലിയ ആനിമലാണ് ഈ മൂസ്. ഇറ്റ്സ് ഫേവറേറ്റ് ഇൻ കാനഡ. ഒത്തിരി ആളുകൾക്ക് മൂസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇത് ഏർലി 1920s ജോർജിയൻ ബേ ലേക്കിലുണ്ടായിരുന്ന ഒരു തരം ഫിഷാണിത്. 1920s ഫിഷിംഗ് റോഡ് ഇവിടെ ഇരിക്കണമെങ്കിൽ പണ്ട് സ്റ്റീലായിരുന്നു കേട്ടോ. എന്താല്ലേ, pretty heavy but it's come on. വീഡിയോയിൽ ശരിക്കും 3D പ്രൊജക്റ്ററായിട്ട് പുറത്തേക്ക് നിൽക്കുന്നത് പോലെയല്ല തോന്നണ ശരിക്കും. പക്ഷെ ഇത് ശരിക്കും അകത്തേക്കാ ഉണ്ടോ, ബ്യൂട്ടിഫുൾ. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡിസ്കവറി സെൻറ്ററിലെ വിശേഷങ്ങൾ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു 332. തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടുത്തെ വെതർ കണ്ടീഷൻസൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ചായി. നല്ല വിൻഡിയായി, അതോടൊപ്പം കുറച്ച് വലിയ വേവ്സും ആയി. ആസ് എ ബിഗിനർ എൻ്റെ പാഡിൽ ബോർഡും പരിപാടിയും നടക്കും തോന്നണില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ഗോണ എൻജോയ് ദിസ് വിൻഡ് വിത്ത് മൈ കോഫി. Explore. Taking my time as the sun it shines on me and everyone that has come to find this world is cruel, but there's nothing new. Living in the moment is the only truth. But let's go slow. Living in the moment is the only truth. But let's go slow. Salted towns are where I'd rather be. They give me love and they set me free. The ocean's tide can live without the moon. And darling, the same goes for me and you. Let's go slow. Living in the moment is the only truth. But let's go slow. Living in the moment is the only truth. But let's go slow. Living in the moment is the only truth. Now. Let's go slow. Living in the moment is the only truth. Let's go slow. Living in the moment is the only truth. So I hope you guys really like this trip. If you like it, please share with your friends and subscribe our channel. നമുക്കിനിയും എൻ്റെ ഫേവറേറ്റ് കുറച്ച് ക്യാമ്പ് സ്പോട്ടുകളുണ്ട്. ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഈ ക്യാമ്പ് സൈറ്റ് സ്റ്റേ അടിക്കാനോ ക്യാമ്പിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് അത് മാറും ഇവിടുത്തെ ആക്ടിവിറ്റീസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാഡ്ലിങ് മാത്രം ഇത്തവണ വർക്കൗട്ട് ആയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡി വെതർ കണ്ടീഷൻസ് ആയിരുന്നു. ഈ ജോർജിയൻ ബേയുടെ ടിപ്പിലായതുകൊണ്ട് ഈ പാർക്ക് ഇവിടുത്തെ വിൻഡ് കണ്ടീഷനും പിന്നെ ടോട്ടൽ വെതർ കണ്ടീഷനും ഒക്കെ കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ആയിരിക്കില്ല. പെട്ടെന്ന് തന്നെ
പല ചേഞ്ചസും അപ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് റിവർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. കെനിയോയും കയാക്കിങ്ങും മോഡറേറ്റ് ലെവലിലുള്ളവർ പോലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ട്രിപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നെക്സ്റ്റ് നമ്മുടെ കിൽബിയർ ട്രിപ്പിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ക്ലിഫ് ജമ്പിങ് ഈസ് റിയലി ഫൺ ആക്ടിവിറ്റി. ഹെറോൾഡ് പോയിൻറ്റിൻ്റെ അടുത്തുള്ള പിങ്ക് റോക്കിൽ നിന്ന് നേരെ ലേക്കിലേക്ക് എടുത്ത് ചാടുന്ന ഒരു ഇതുണ്ട് അവിടെയും. പിന്നെ ഒരു 2 ട്രയലുണ്ട്, ലുക്ക് ഔട്ട് ട്രയലും പിന്നെ ലൈറ്റ് ഹൗസ് ട്രയലും. അത് നമ്മുടെ അടുത്ത കിൽബിയർ ട്രിപ്പിൽ നമ്മൾ എന്തായാലും കവർ ചെയ്ത് നമ്മളെ സൂപ്പറാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ 332 സൈറ്റിനോട് ബൈ പറയുകയാണ്. എനിക്ക് തോന്നണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് വി ഗോണ ഗോ ഫോർ മോർ trips. Signing off, Nikhil Banks.